തൃശൂർ നഗരത്തിലെ അപകട കുഴികളെ സംബന്ധിച്ച് പ്രതിഷേധം ശക്തം. കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ അസാധാരണ പ്രതിഷേധവുമായി കോൺഗ്രസ്. പ്രതിപക്ഷ നേതാവടക്കം 10 കൌൺസിലർമാർക്ക് സസ്പെൻഷൻ. കോർപ്പറേഷൻ പരിധിയിലെ റോഡുകൾ ചോര വീഴുന്ന മരണക്കെണികളാകുന്നുവെന്നാരോപിച്ച് ശരീരത്ത് ചുവന്ന ചായമൊഴിച്ചായിരുന്നു കോൺഗ്രസ് പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചത്. ഓഫീസിന് മുന്നിൽ നിന്നും പ്രതിഷേധം പിന്നീട് കൗൺസിൽ യോഗത്തിലേക്ക് ചുവട് മാറ്റി. മേയർ MK വർഗീസ് എത്തിയതോടെ പ്രതിഷേധ സ്വരം ഉയർന്നു. വിഷയത്തിൽ പ്രതിപക്ഷം ചർച്ച ആവശ്യപ്പെട്ടെങ്കിലും അജണ്ടകൾ ചർച്ച ചെയ്ത ശേഷമാകാമെന്ന് മേയർ നിലപാടെടുത്തു. ഇതിലെ പ്രതിപക്ഷ പ്രതിഷേധം തള്ളി യോഗം അജണ്ടയിലേക്ക് കടന്നു. പ്രതിപക്ഷ നേതാവ് രാജൻ ജപ്പല്ലൻ മേയറായിരുന്ന കാലത്ത് ശക്തൻ നഗറിൽ സ്വകാര്യ സ്ഥാപനവുമായി സഹകരിച്ച് സ്ഥാപിച്ച റൗണ്ട് അബൌട്ടിന്റെ വൈദ്യുതി ചാർജ് കുടിശ്ശിക സംബന്ധിച്ചായിരുന്നു ആദ്യ അജണ്ട. ഇതിൽ അഴിമതി ആരോപിച്ച് ഭരണപക്ഷാംഗം രംഗത്തെത്തി. മറുപടിയായി പ്രതിപക്ഷ നേതാവ് എത്തിയെങ്കിലും ചർച്ച MG റോഡിലെ യുവാവിന്റെ മരണത്തിലേക്ക് കടന്നു. ഇതോടെ ഭരണപക്ഷം പ്രതിഷേധമുയർത്തി. അജണ്ടയിൽ നിന്ന് സംസാരിക്കാൻ മേയർ ആവർത്തിച്ചെങ്കിലും പ്രതിപക്ഷം കൂട്ടാക്കിയില്ല. മേയർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും മേയറുടെ കസേരയിൽ റീത്ത് വെക്കുമെന്നുമുള്ള പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ ഭരണപക്ഷത്തെ പ്രകോപിപ്പിച്ചു. തുടർന്ന് ഇരുകൂട്ടരും നടുത്തളത്തിലിറങ്ങി വാക്കേറ്റമായി. ഇതിനിടയിൽ കോൺഗ്രസ് അംഗവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ജയപ്രകാശ് പൂവത്തിങ്കൽ മേശയിൽ കയറി നിന്ന് പ്രതിഷേധിച്ചു. അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടി മേയർ അംഗത്തെ സസ്പെൻഡ് ചെയ്തു. പിന്നാലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ റീത്തുമായി മേശയിൽ കയറി നിന്നായി പ്രതിഷേധം. ഈ 10 കോൺഗ്രസ് കൗൺസിലർമാരെയും മേയർ സസ്പെൻഡ് ചെയ്തു. ഈ സമയം BJP കൗൺസിലർമാർ പ്ലക്കാർഡുകളുമായി കൗൺസിൽ ഹാളിന്റെ നടുത്തളത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അപകടമരണം പ്രതിപക്ഷം രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നാണ് LDF കൗൺസിലർമാരുടെ ആരോപണം. തുടർന്ന് കക്ഷി നേതാക്കളുമായി കൂടിയാലോചിച്ച് വിഷയം പിന്നീട് പ്രത്യേക ചർച്ച ചെയ്യാമെന്ന് മേയർ അറിയിച്ചതോടെയാണ് മണിക്കൂറോളം നീണ്ടുനിന്ന പ്രതിഷേധം അവസാനിച്ചത്. TCV തൃശൂർ.